നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ. അമ്മയ്ക്ക് നേരിട്ട് പങ്കില്ലെന്ന വിലയിരുത്തലിൽ പോലീസ്. ദേവിദാസന്റെ പങ്കിൽ വ്യക്തത വരുത്താൻ മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക്. പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനും അന്വേഷണ സംഘം. കാസർഗോഡ് അടൂർ തലപ്പച്ചേരിയിൽ കിണറ്റിൽ വീണ പുലി ചത്തു. ജഡത്തിന് 1 ദിവസത്തെ പഴക്കം. പാലക്കാട് ഞാങ്ങാട്ടിരിയിൽ വാഹനമിടിച്ച് കാട്ടുപന്നി ചത്തു. മേഖലയിൽ പന്നിശല്യം രൂക്ഷം. വീട് നിർമ്മാണത്തിനെത്തിയ യുവാക്കളെ ആക്രമിച്ചത് അയൽവാസി. മദ്യപാനത്തിനിടയിലെ തർക്കത്തിൽ നെന്മാറയിൽ യുവാവിന് വെട്ടേറ്റു. കയറാടി സ്വദേശി ഷാജി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. കോട്ടയം കുറുപ്പന്തറയിൽ ആളില്ലാത്ത വീട്ടിൽ മോഷണം. വാതിൽ കുത്തിത്തുറന്ന് 20 പവൻ കവർന്നു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ വൻ കല്യാണ തിരക്ക്. ബുക്കിംഗ് 200 കവിഞ്ഞു. പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തി ദേവസ്വം. വിശദമായി നോക്കാം. ചോറ്റാനിക്കരയിൽ ആൺ സുഹൃത്തിന്റെ ക്രൂര പീഡനത്തിനിരയായി മരിച്ച പെൺകുട്ടിയുടെ സംസ്കാരം നടന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് പെൺകുട്ടി മരിച്ചത്. പെൺകുട്ടിയെ മർദ്ദിച്ച സുഹൃത്ത് അനൂപിനെതിരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം കൊലക്കുറ്റം ചുമത്തി കേസെടുക്കും. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ചോറ്റാനിക്കര കുരീക്കാടുള്ള വസതിയിലേക്ക് കൊണ്ടുവന്നു. അനൂപ് ജേക്കബ് MLA, ബന്ധുക്കളും സമീപവാസികളും അടക്കമുള്ളവർ ഇവിടെ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം സംസ്കരിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് പെൺകുട്ടി മരിച്ചത്. കഴിഞ്ഞ 6 ദിവസമായി പെൺകുട്ടി വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. പ്രതി അനൂപ് നിലവിൽ റിമാൻഡിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷം ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കും. നിലവിൽ വധശ്രമത്തിനും ബലാത്സംഗത്തിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ട്രാങ്കുലേഷനാണ്, പക്ഷേ പ്രതി ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. കുറ്റകരമായ നരഹത്യ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ബാക്കി ബ്രെയിൻ ഡെത്ത് ഓൾറെഡി തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൽ പോയത്. അപ്പോൾ ബ്രെയിൻ ഡെത്ത് ആദ്യമേ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കൃത്യസമയത്തുള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കാത്തതാണ് പ്രധാനമായിട്ടും ബ്രെയിൻ ഡെത്ത് സംഭവിക്കാനുള്ള റീസൺ. ഇല്ല, മർദ്ദിച്ചുള്ള ആ രീതിയിൽ തന്നെയുള്ള ദേഹമാസകലമുള്ള മുറികളുണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി അനൂപിനെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പെൺകുട്ടി പരിചയപ്പെടുന്നത്. മറ്റൊരാളുമായി പെൺകുട്ടിക്കുള്ള സൗഹൃദത്തെ ചോദ്യം ചെയ്താണ് മർദ്ദിച്ചത്. ഇതേ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നാണ് പ്രതിയുടെ മൊഴി. എന്നാൽ പ്രതി തന്നെ കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയം പോലീസിനുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലവും പുറത്തുവരണം. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മയ്ക്ക് നേരിട്ട് പങ്കില്ലെന്ന വിലയിരുത്തലിൽ അന്വേഷണ സംഘം. ശ്രീധുവിനോടുള്ള വിരോധം കൊലപാതകത്തിലേക്ക് നയിച്ചെന്നും പോലീസ്. ജോത്സ്യൻ ദേവിദാസിന് പണം നൽകിയെന്ന മൊഴി ഇന്നലത്തെ ചോദ്യം ചെയ്യലിലും ശ്രീധു ആവർത്തിച്ചു. കൂടുതൽ വ്യക്തതയ്ക്കായി ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷയും നൽകും. ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിലും കൊലപാതകത്തിൽ പങ്കില്ലെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ശ്രീധു. പല ഘട്ടങ്ങളിലായി ജോത്സ്യൻ ദേവിദാസിന് പണം നൽകി. നേരിട്ടാണ് പണം നൽകിയതെന്നും ശ്രീധു മൊഴി നൽകി. വിശദ പരിശോധനയ്ക്ക് ദേവിദാസിനെ ഇന്നും ബാലരാമപുരം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. തന്നെ കൊലപാതകവുമായി കൂട്ടിക്കെട്ടാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്നാണ് ദേവിദാസിന്റെ പ്രതികരണം. ഇതില് എനിക്ക് എന്റെ പേരിലുള്ള പരാതി അത് വ്യാജ പരാതിയാണ് എന്ന് തെളിയിക്കുക എന്നുള്ളത് അങ്ങനെയാണ് ഇന്നലെ പോയത്. ഒരു വാർത്ത കിട്ടിയാലിടൻ അതിനെ എങ്ങനെയൊക്കെ വളച്ചൊടിച്ച് ആ ആളിന്റെ ജീവിതകാലം മൊത്തം ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും പുറത്തെടുത്ത് എങ്ങനെ വക്രീകരിച്ച് അയാളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാം
എന്ന് ഗവേഷണം നടത്തുന്ന ചില ആളുകളുണ്ട്. അത് ശരിയല്ല. നെയ്യാറ്റിൻകര സബ് ജയിലിൽ കഴിയുന്ന പ്രതി ഹരികുമാറിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം. 4 ടീമുകളായി തിരിഞ്ഞാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് അടൂർ തലപ്പച്ചേരിയിൽ കിണറ്റിൽ വീണ പുലി ചത്തു. തലപ്പച്ചേരി സ്വദേശി മോഹനന്റെ വീട്ടിലെ കിണറ്റിലാണ് പുലി വീണത്. ഒരു ദിവസം പഴക്കമുണ്ടെന്ന് കരുതുന്നു. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പുലിയുടെ ജഡം കണ്ടത്. വീട്ടിലെ മോട്ടോർ കേടായതിനെ തുടർന്ന് കിണർ ഉപയോഗിച്ചിരുന്നില്ല. ആൾമറയില്ലാത്ത കിണർ വലയിട്ട് മൂടിയ നിലയിലായിരുന്നു. വലയുടെ ഒരു ഭാഗം കീറിയിട്ടുണ്ട്. പാലക്കാട് ഞാങ്ങാട്ടിരിയിൽ വാഹനമിടിച്ച് കാട്ടുപന്നി ചത്തു. മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായിരുന്നു. കഴിഞ്ഞ ദിവസവും മേഖലയിൽ പന്നിക്കൂട്ടം എത്തി കൃഷി നശിപ്പിച്ചിരുന്നു. ഇവ റോഡിലിറങ്ങിയപ്പോഴാണ് അപകടം സംഭവിച്ചത്. പാലക്കാട് പെട്രോൾ ബോംബ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. കൊയിലാണ്ടി സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. വിഷ്ണുവിനും ഒപ്പമുണ്ടായിരുന്ന പ്രേഷനും ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. വീട് നിർമ്മാണത്തിനെത്തിയ കോഴിക്കോട് സ്വദേശികളായ 6 തൊഴിലാളികൾക്ക് നേരെയായിരുന്നു അയൽവാസിയായ നീരജ് പെട്രോൾ ബോംബ് എറിഞ്ഞത്. പാലക്കാട് നെന്മാറയിൽ യുവാവിന് വെട്ടേറ്റു. കയറാടി സ്വദേശി ഷാജിക്കാണ് വെട്ടേറ്റത്. ഇന്നലെ രാത്രി 11:30 ആക്രമണം. കയറാടി സ്വദേശി ഷാജിക്കാണ് വെട്ടേറ്റത്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് സുഹൃത്താണ് ഷാജിയെ ആക്രമിച്ചതെന്നാണ് സൂചന. ഷാജിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നെന്മാറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് കാഞ്ഞികുളം സത്രംകാവിൽ മോഷണം. സ്വർണവും പണവും നഷ്ടപ്പെട്ടു. 4 ഭണ്ഡാരങ്ങളും ഓഫീസും അലമാരയും കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. ഇന്ന് രാവിലെ ഓഫീസ് തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. വൻകിട കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് 2 വീലർ നൽകാമെന്ന് പറഞ്ഞ് സംസ്ഥാനത്തുടനീളം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. 9 കോടിയോളം രൂപ ഇത്തരത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് മാത്രം തട്ടിപ്പ് നടത്തിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. തൊടുപുഴ ചോരക്കുളങ്ങര വീട്ടിൽ അനന്തു കൃഷ്ണനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത 3 തട്ടിപ്പ് കേസിലെ പ്രതിയാണ് അനന്തു. മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ സൊസൈറ്റി ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്. സൊസൈറ്റി അംഗങ്ങളെ കൊണ്ട് 2 വീലർ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം നിക്ഷേപിപ്പിച്ചു. 62 സീഡ് സൊസൈറ്റികൾ മുഖേന പ്രതി പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. പ്രതിക്കെതിരെ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയ്ക്ക് പരാതികൾ ലഭിച്ചിരുന്നു. വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ലഭിക്കുമെന്ന് വാഗ്ദാനം നൽകിയാണ് പ്രതി വലിയ തട്ടിപ്പ് നടത്തിയത്. ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും CSR ഫണ്ട് ലഭ്യമായിട്ടില്ലെന്ന് പ്രതി സമ്മതിച്ചു. ആദ്യഘട്ടത്തിൽ ബുക്ക് ചെയ്തവർക്ക് വാഹനം നൽകാനും പിന്നീട് ആർഭാട ജീവിതത്തിനും സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടുന്നതിനുമാണ് തട്ടിപ്പ് നടത്തിയ പണം ചെലവഴിച്ചത്. നേരത്തെയും നിരവധി പരാതികൾ ഇക്കാര്യത്തിന് പോലീസിന് ലഭിച്ചിരുന്നു. എറണാകുളം കച്ചേരിപ്പടിയിൽ മറ്റൊരു തട്ടിപ്പിനായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 മൂവാറ്റുപുഴ. കണ്ണൂർ തളിപ്പറമ്പിൽ മയക്കുമരുന്നുമായി 3 പേർ പിടിയിൽ. കണ്ണൂർ പുതിയങ്ങാടി സ്വദേശി ഷുഹൈൽ, മലപ്പുറം എടപ്പാൾ സ്വദേശികളായ മുബ്സീർ, രാജേഷ് എന്നിവരാണ് പിടിയിലായത്. 48 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. തളിപ്പറമ്പ് നഗരത്തിലെ ലോഡ്ജിൽ നടത്തിയ റെയ്ഡിലാണ് മൂവരും പിടിയിലായത്. ചായ കുടിച്ചതിന് പണം ചോദിച്ചതിന് കടയുടമയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കൊല്ലം 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷിച്ചത്. മാർത്താണ്ഡം സ്വദേശി വർഗീസിനെയാണ് ശിക്ഷിച്ചത്. ചൂരനാട് ചക്കുവള്ളി ഒസ്താമുക്കിൽ ചായക്കട നടത്തുകയായിരുന്ന പോരുവഴി സ്വദേശി സുധീറിനെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. പാറശാല RTO ഓഫീസിലെ പെർമിറ്റ് സംവിധാനം വീണ്ടും തകരാറിലായി. ഇന്നലെ മുതൽ തകരാറിലായിരുന്ന സെർവർ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പുനഃസ്ഥാപിച്ചുവെങ്കിലും 1.5 മണിക്കൂറിന് ശേഷം വീണ്ടും തകരാറിലാവുകയായിരുന്നു. മണിക്കൂറുകളോളം യാത്രക്കാർ വലഞ്ഞു. ട്രഷറിയിലെ സെർവർ തകരാർ മൂലം പെർമിറ്റ് അപ്ലോഡ് ചെയ്യാൻ കഴിയാതായതാണ് പ്രശ്നമെന്നാണ് വിശദീകരണം. കുട്ടികളുമായിട്ട് വന്ന് കിടന്ന് എത്ര നേരമാണെന്നറിയാം ഇവിടെ വന്ന് കിടന്നിട്ട്. ഒരു രക്ഷയില്ല, പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ എപ്പം വന്നാൽ ഞങ്ങൾ ശരിക്കും അനാസ്ഥയല്ലേ ഇവരുടെ. രാവിലെ വന്ന് കിടക്കുന്ന വണ്ടികളുണ്ട് ഇവിടെ.
ഞങ്ങൾ 11:30 ആയപ്പോൾ വന്നതാണ്. ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് കരയുക. ഈ ചൂടത്ത് എന്നാ ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ട്? ഇവിടെ വന്ന ആ സമയം മുതൽ 4 മണിക്കൂർ കഴിഞ്ഞ് 4.5 മണിക്കൂറാവും ഇവിടെ കിടക്കുന്നത്. അവർ വെയിലത്ത് കിടക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങി അങ്ങോട്ട് തണലിലോട്ട് മാറി വണ്ടിയിലിരുന്നവർ. ഇവിടെ സൈറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നു. എൻ്റെ ഫാമിലി ആയിട്ടൊക്കെ ഞങ്ങൾ വന്നു. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി വെയിൽ കൊണ്ട് വണ്ടി ഇരിക്കുന്നവരാരും. പാലക്കാട് തെക്കുമുറി ശങ്കരമംഗലം വളവിൽ സുരക്ഷാ നടപടികൾ തുടങ്ങി. പൊതുമരാമത്ത് വകുപ്പാണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നത്. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ സ്ഥിരം അപകട മേഖലയാണ് ശങ്കരമംഗലം ആനവളവും തെക്കുമുറി വളവും. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് റോഡ് വീതി കൂട്ടി ടാറിംഗ് പൂർത്തിയാക്കിയിരുന്നു. റോഡിന്റെ വശങ്ങളിൽ കോൺക്രീറ്റിംഗ് നടത്തി. വളവിൽ റിഫ്ലക്ടറുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കും. റോഡിലെ അടയാളപ്പെടുത്തലും ഇതോടൊപ്പം പൂർത്തിയാക്കും. മേഖലയിൽ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. 14 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവർത്തനങ്ങൾ. പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ. ന്യൂസ് 18 പാലക്കാട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ നടക്കേണ്ട വിവാഹങ്ങളുടെ എണ്ണം 200 കടന്നതോടെ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തി ദേവസ്വം. അവധി ദിനമായതിനാൽ ഭക്തർക്ക് സുഗമമായ ക്ഷേത്ര ദർശനവും സമയബന്ധിതമായി വിവാഹ ചടങ്ങുകളും നടത്താനാണ് ദേവസ്വം തീരുമാനം. പുലർച്ചെ 5 മണി മുതൽ വിവാഹ ചടങ്ങുകൾ നടക്കും. കൂടുതൽ മണ്ഡപങ്ങൾ സജ്ജമാക്കും. ഒരു വിവാഹത്തിൽ 24 പേർക്കാണ് പ്രവേശനം. ക്ഷേത്രക്കുളത്തിൽ അകപ്പെട്ട് മുങ്ങിത്താഴ്ന്ന വയോധികയ്ക്ക് രക്ഷകനായി 9ാം ക്ലാസ്സുകാരൻ. ക്ഷേത്രക്കുളത്തിൽ വീണ ശാന്തകുമാരിയാണ് പ്രജ്വൽ രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ നാട്ടിൽ താരമാണ് പ്രജ്വൽ. ഒറ്റപ്പാലം പാലപ്പുറം വിഷ്ണുക്ഷേത്രക്കുളത്തിൽ മുങ്ങിത്താണ ശാന്തകുമാരിക്കിത് 2ാം ജന്മമാണ്. മകരമാസത്തിലെ വാവിന്റെ ഭാഗമായി ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ബലിതർപ്പണം നടത്താനെത്തിയതായിരുന്നു ശാന്തകുമാരി. കടവിലെ പടികളിൽ നിന്ന് മുങ്ങുന്നതിനിടെയാണ് കാൽ വഴുതി കുളത്തിൽ വീണത്. നീന്താൻ അറിയാത്ത ശാന്തകുമാരി ആഴമേറിയ ഭാഗത്ത് പരന്നുകിടക്കുന്ന പായലിൽ നിലയില്ലാതെ കുരുങ്ങി. മുങ്ങിത്താഴാൻ തുടങ്ങിയ ഘട്ടത്തിലാണ് പ്രജ്വൽ വാഴയില മുറിക്കാനായി കുളക്കരയിലെത്തിയത്. അപകടം ശ്രദ്ധയിൽപ്പെട്ട പ്രജ്വൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ കുളത്തിലേക്ക് എടുത്തുചാടി. നന്നായി നീന്താൻ അറിയുന്ന പ്രജ്വൽ ശാന്തകുമാരിക്ക് അടുത്തെത്തി കൈകൾ പിടിച്ചുയർത്തി ഇവരെ കരയ്ക്കെത്തിക്കുകയായിരുന്നു. ക്ഷേത്രത്തിനടുത്തുള്ള കിഴക്കേപ്പാട്ട് വാര്യത്ത് പ്രമോദ് അജിത ദമ്പതികളുടെ മകനാണ് പ്രജ്വൽ. ശാന്തകുമാരിയുടെ ജീവൻ രക്ഷിച്ച വിവരമറിഞ്ഞതോടെ പ്രജ്വൽ നാട്ടിലെ ഹീറോ ആയിരിക്കുകയാണ്. നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേരാണ് പ്രജ്വലിനെ വീട്ടിലെത്തി അഭിനന്ദിച്ചത്. ന്യൂസ് 18 പട്ടാമ്പി. അനുമതിയും ഫണ്ടും ലഭിച്ചിട്ടും പട്ടാമ്പി പൊതുശ്മശാനം തുറക്കാൻ നടപടിയായില്ല. ഏറെ മുറവിളികൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശേഷം ജില്ലാ കളക്ടറുടെ ഉത്തരവും MLA ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപയുടെ പ്രത്യേക ഭരണാനുമതിയും ലഭിച്ചു. 2 മാസത്തിനകം പൊതുശ്മശാനം ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞെങ്കിലും അതും നടപ്പായില്ല. പട്ടാമ്പിയിലെ ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് പൊതുശ്മശാനം. 2012 UDF ഭരണസമിതി ആധുനിക രീതിയിലുള്ള വാതക ശ്മശാനം സജ്ജീകരിച്ച് തുറക്കാൻ ശ്രമിച്ചെങ്കിലും പ്രദേശവാസികൾ പ്രതിഷേധവുമായി എത്തി. കേസ് കോടതിയിലായതോടെ പദ്ധതി മുടങ്ങി. ഇവിടെ വാതക ശ്മശാനത്തിന്റെ ചില ഉപകരണങ്ങളും സ്ഥാപിച്ചു. വർഷങ്ങൾ നീണ്ട നിയമ നടപടികൾക്ക് ശേഷം ശ്മശാനം തുടങ്ങാൻ അനുമതി ലഭിച്ചു. ഇതിനായി MP ഫണ്ടിൽ നിന്നും MLA ഫണ്ടിൽ നിന്നും തുകയും അനുവദിച്ചു. പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി 2 മാസത്തിനുള്ളിൽ ശ്മശാനം പ്രവർത്തനം തുടങ്ങുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി പറഞ്ഞിരുന്നു. ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. വലിയൊരു ജനസമൂഹത്തിന്റെ ഒരു അവകാശം കൂടിയാണ് ശ്മശാനം എന്നുള്ളത്. ജനിച്ച ഒരു പൗരന് മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര ചടങ്ങുകൾ വളരെ ഭംഗിയായി നടത്തേണ്ടതാണ്. ഒരു കാലഘട്ടത്തിൽ അയൽമഠം പോലുള്ള സ്ഥലങ്ങളിൽ പോയിരുന്ന സമയത്ത് അവിടുത്തെ പഞ്ചായത്തിന് മാത്രമായി ഒതുക്കിയ സമയത്താണ് ഇവിടുത്തെ പഞ്ചായത്ത് തുടങ്ങാൻ വേണ്ടി തുടങ്ങിയത്. അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ഹൈക്കോടതിയിൽ പരാതി നൽകുകയും അത് കളക്ടറോട് അന്വേഷിച്ച് അതിന്റെ വിശദമായ കാര്യങ്ങൾ പറയുകയും ചെയ്ത് കളക്ടർ ഭരണാനുമതി നൽകി. ഇപ്പോൾ അതിനുള്ള ഫണ്ട് MLAയും MPയും എല്ലാം പങ്കെടുത്തുകൊണ്ട് അവരെല്ലാം ഫണ്ട് അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ യാതൊരു തടസ്സങ്ങളുമില്ല. ലൈസൻസ് കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് മുനിസിപ്പൽ നഗരസഭയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നഗരസഭ എന്തുകൊണ്ടാണ് അത് തുടങ്ങാനുള്ള ബുദ്ധിമുട്ട് എന്ന് ഈ സമയത്ത് വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഭാരതപ്പുഴയോരത്ത് നിലകൊള്ളുന്ന ശ്മശാനത്തിൽ കർമ്മം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വാതക ശ്മശാനമാണ് സജ്ജമാക്കുന്നത്. അനുബന്ധ ഉപകരണങ്ങൾ, ശുചിമുറി, പാർക്കിംഗ് എന്നിവയും സജ്ജമാക്കാനുണ്ട്. നിലവിൽ പട്ടാമ്പി മേഖലയിലുള്ളവർ ഷൊർണൂർ, ചെറുതുരുത്തി എന്നിവിടങ്ങളിലെ ശ്മശാനങ്ങളെയാണ് ശവസംസ്കാരത്തിന് ആശ്രയിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി.
പുനലൂർ സർക്കാർ LPGSലെ നോഹ ടീച്ചർ ഏവർക്കും കൗതുകമാണ്. കാരണം ഈ ടീച്ചർ മറ്റുള്ളവരെ പോലെയല്ല. വിദ്യാർത്ഥികളുടെ ഏത് സംശയത്തിനും മറുപടി നൽകും ഈ AI ടീച്ചർ. പരിമിതികൾക്കിടയിലും പുത്തനാശയങ്ങൾ നടപ്പാക്കുന്ന സ്കൂളും ഈ ടീച്ചറും മാതൃകയാണ്. വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും കൗതുകമായാണ് പുനലൂർ ഗവൺമെന്റ് LPGSലെ നോവ ടീച്ചറെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾ ചോദിക്കുന്ന എന്ത് ആവശ്യങ്ങൾ, കുട്ടികളെന്ന് മാത്രമല്ല ആര് ചോദിക്കുന്ന സംശയങ്ങൾക്കും കൃത്യമായി മറുപടി പറയാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പരിമിതികളിൽ നട്ടം തിരിയുന്ന വിദ്യാലയമാണ് പുനലൂർ ഗവൺമെന്റ് LPGS. 137 വർഷം പഴക്കമുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതം. 5 വർഷം മുമ്പ് നഗരസഭ നിർമ്മിച്ചു നൽകിയ പ്രവേശന കവാടം മാത്രമാണ് പുതുതായി ഉള്ളത്. പരിമിതികളിലും മികച്ച വിജയം നിലനിർത്തുന്ന വിദ്യാലയം നിലനിൽപ്പിന്റെ കൂടി ഭാഗമായാണ് പുത്തൻ ആശയങ്ങളുമായി എത്തിയത്. അത് 100% വിജയം നേടിയെന്ന് കാട്ടിത്തരുകയാണ് LPGSന്റെ സ്വന്തം നോഹ ടീച്ചർ. AI സാങ്കേതിക വിദ്യയിൽ സ്കൂൾ PTA പ്രസിഡന്റായ അമേഷ് ലാൽ നിർമ്മിച്ചതാണ് നോഹ ടീച്ചറെ. സാരിയുടുത്ത് ബ്ലൗസ് ധരിച്ച് മുടി ചീകിയൊതുക്കി ID കാർഡ് തൂക്കി മറ്റ് അധ്യാപകരെ പോലെ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ടീച്ചറാണ് ഇന്ന് നോഹ. നമ്മളുടെ PTA പ്രസിഡന്റ് അമേഷ് ലാൽ കഴിഞ്ഞ വർഷം മുതലേ പറയുന്നത് നമുക്ക് എന്തെങ്കിലും നൂതന ആശയങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവരണമെന്നും നമുക്കിപ്പം ഇങ്ങനെ പുരോഗതി, നമ്മുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ സയൻസ് പരമായിട്ട് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മളുടെ സ്കൂളിൽ എന്തെങ്കിലും ഒരു പുതിയ ആശയം കൊണ്ടുവന്നെങ്കിലേ നമുക്ക് മറ്റുള്ള സ്കൂളുകളോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞ ആശയങ്ങളെ കോർത്തിണക്കിയാണ് ഈ നോവ എന്ന ഈ ടീച്ചറെ ഞങ്ങൾക്ക് കഴിഞ്ഞ ശിശുദിനത്തിലെ നവംബർ 14-ാം തീയതി ഞങ്ങളിവിടെ അവതരിപ്പിച്ചത്. പാഠഭാഗത്തെ ചോദ്യങ്ങൾ ഉൾപ്പെടെ അറിയേണ്ടതായ എല്ലാ കാര്യവും നോഹ ടീച്ചറോട് ചോദിക്കാം. ലളിതമായ രീതിയിൽ മറുപടി നൽകും. Please select your preferred language. Say English, Malayalam, Hindi or Arabic. നമസ്കാരം, എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയും? ഗവൺമെന്റ് LPGS പുനലൂർ, കേരളം. രാജ്യത്തെ തന്നെ ആദ്യ മൾട്ടി ലാംഗ്വേജ് ടീച്ചറാണ് LPGSന്റേത്. ഭാവിയിൽ ഉള്ളിൽ കമ്പ്യൂട്ടർ ഘടിപ്പിച്ച് AI വിഷനും ചലനശേഷിയും നൽകാനുള്ള കഠിന ശ്രമത്തിലാണ് PTA പ്രസിഡന്റ് അമേഷ് ലാൽ. ഒരു AI ടീച്ചർ എന്നുള്ളൊരു ആശയം ഇന്ത്യയിൽ ആദ്യം തന്നെ ഒരു മൾട്ടി ലാംഗ്വേജ് AI ടീച്ചറാണിത്. അപ്പോൾ ഇത് നമ്മളൊരു പ്രോഗ്രാം തയ്യാറാക്കിയിട്ട് അതിനൊരു ഫിസിക്കൽ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. കുട്ടികൾക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഒരു കൗതുകമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിൽ ഇത് നമ്മുടെ ഒരു സ്കൂളിലെ ലാപ്ടോപ്പിനെ ഇതിൻ്റെ തലച്ചോറാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഭാവിയിൽ നമ്മൾ ഇതിന് സ്വന്തമായിട്ടൊരു ഇതിനുള്ളിൽ തന്നെ ഒരു കമ്പ്യൂട്ടറും അതുപോലെ ഇതിന് ചലനശേഷിയും ഒക്കെ കൊടുക്കാനും ഇതിന് കാഴ്ചശക്തി, അതായത് കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്ന പുതിയ AI സാങ്കേതിക വിദ്യകൾ കൂടി ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ ഇഷ്ടമായോ? ആണോ? ടീച്ചറുമായിട്ട് നിങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമോ? മറുപടി പറയുന്നുണ്ടോ? എല്ലാവർക്കും നോവ ടീച്ചറെ ഇഷ്ടമാണോ? ഉറപ്പാണോ? വളരെ സന്തോഷത്തിലും ആവേശത്തിലുമാണ് ഇവിടുത്തെ കുട്ടികൾ. നോവ ടീച്ചറെ ലഭിച്ചതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുവാനും അതുമായി ഇടപഴകുവാനും ഇവർക്ക് ഒരു അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മനോജ് അപ്പുകുട്ടൻ, ന്യൂസ് 18. ശീതകാല പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളയിച്ച് കോതമംഗലം സ്വദേശികളായ വിരമിച്ച അധ്യാപക ദമ്പതികൾ. അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ച പല്ലാരിമംഗലം മുക്കണ്ണിയിൽ അബ്ദുൾ റഹ്മാൻ, റംലത്ത് ദമ്പതികളാണ് ശീതകാല പച്ചക്കറി കൃഷി നേട്ടം കൊയ്തത്. പല്ലാരിമംഗലത്ത് വീടിനോട് ചേർന്നുള്ള 1 ഏക്കർ സ്ഥലത്താണ് അധ്യാപക ദമ്പതികൾ കൃഷി ഇറക്കിയിട്ടുള്ളത്. റംബൂട്ടാൻ, തെങ്ങ്, കമുക് എന്നിവയ്ക്ക് ഇടവിളയായിട്ടാണ് പച്ചക്കറി കൃഷി നടത്തിയത്. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോലി, തണ്ണിമത്തൻ, വെള്ളരി, വെണ്ട, പയർ, മത്തൻ, ചീര എന്നിവയാണ് ഇവർ പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത്. അധ്യാപക ദമ്പതികളാണെങ്കിലും പരമ്പരാഗത കർഷകർ കൂടിയാണിവർ. പരീക്ഷണാർത്ഥം നടത്തിയ കൃഷിയിൽ നിന്ന് നല്ല വിളവ് ലഭിച്ചതിലുള്ള സന്തോഷം ഇരുവരും പങ്കുവച്ചു. ഞങ്ങള് പരമ്പരാഗത കർഷകരാണ്. സർവീസ് കഴിഞ്ഞിട്ടൊന്നും ഇതിലേക്ക് വന്നവരല്ല. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഇവിടെ ഭൂമി എടുത്ത് കൃഷി ചെയ്യാൻ ആരംഭിച്ചു ഇപ്പോഴാണ്. അപ്പോൾ ഭൂമിയൊക്കെ റെഡിയായി വന്നതിന് ശേഷം ഇപ്പോഴാണ് ഈ കൃഷി ആരംഭിച്ചത്. ഇതിൽ പിന്നെ റംബൂട്ടാൻ, അടയ്ക്ക, തെങ്ങ് ഇതെല്ലാം ഇതിൽ ഇടവിള കൃഷിയായിട്ട് അല്ലെങ്കിൽ ഇത് പ്രധാന കൃഷിയായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിമനോഹരമാണ് ശാസ്ത്രീയമായി സജ്ജമാക്കിയിട്ടുള്ള കൃഷിയിടം.
വിത്തിടൽ മുതൽ കൃഷിയുടെ മുഴുവൻ പരിപാലനവും ഇവർ തന്നെയാണ് നിർവഹിക്കുന്നത്. കൃഷി ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി വിത്തും അതുപോലെ തന്നെ പച്ചക്കറി തൈകളും വളവുമെല്ലാം വിതരണം ചെയ്തുകൊണ്ട് പഞ്ചായത്തിനെ പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ഒരു ലക്ഷ്യം കൈവരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹായവും ഇവർക്കുണ്ട്. ഇത് പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഈ കൃഷി നടത്തിയിട്ടുള്ളത്. ഇതൊരു മാതൃകാ തോട്ടമാണ്. ഏകദേശം ഈ പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശത്തും തരിശായി കിടക്കുന്ന മുഴുവൻ പ്രദേശത്തും പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിന് പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായിട്ട് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു മാതൃകാ കൃഷിത്തോട്ടമാണിതെന്നും ഇതുപോലെയുള്ള കൃഷികളെ പ്രോത്സാഹിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദും കൃഷി ഓഫീസർ EM മനോജും പറഞ്ഞു. ന്യൂസ് 18 കോതമംഗലം. കാഴ്ചക്കാർക്ക് ദൃശ്യവിരുന്നൊരുക്കി കാസർഗോഡ് ചെറുവത്തൂർ നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മെഗാ തിരുവാതിര. ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായാണ് മെഗാ തിരുവാതിര അരങ്ങേറിയത്. കലശ മഹോത്സവത്തിന്റെ ഭാഗമായാണ് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത്. കഴകം പരിധിയിലെ 34 ഊരുകളിൽ നിന്നും 200-ന് മുകളിൽ പേരാണ് തിരുവാതിരയിൽ പങ്കെടുത്തത്. കാരിയിൽ തട്ടാത്ത് മധു മാസ്റ്ററാണ് ചുവടുകൾ ചിട്ടപ്പെടുത്തിയത്. കത്തിച്ചുവച്ച നിലവിളക്കിന് ചുറ്റും പരമ്പരാഗത വേഷത്തിലെത്തിയ മലയാളി മംഗമാർ തിരുവാതിരപ്പാട്ടിനൊപ്പം ഒരേ താളത്തിൽ ചുവടുകൾ വച്ചപ്പോൾ കാണികൾക്ക് ദൃശ്യവിരുന്നായി. കൗമാരക്കാർ മുതൽ വിവിധ പ്രായത്തിലുള്ളവർ വരെ തിരുവാതിരയിൽ നിറഞ്ഞാടി. മുന്നൊരുക്കങ്ങളോടെയും ചിട്ടയായ പരിശീലനത്തിന് ശേഷവും നടത്തിയ മെഗാ തിരുവാതിര കാണികളും ഏറ്റെടുത്തു. നെല്ലിക്കാതുരുത്തി കഴകം അന്തിത്തിരിയൻ നിലവിളക്ക് കൊളുത്തിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കണ്ണങ്കൈ കുഞ്ഞിരാമൻ, കൺവീനർ VV രമേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് 18 ചെറുവത്തൂർ. ഗുരുവായൂരിലെത്തുന്ന ഭക്തരിൽ ഏറിയ പങ്കും ഗുരുവായൂർ ആനക്കോട്ട കാണാതെ മടങ്ങുകയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ നാട്ടാന പരിപാലന കേന്ദ്രമാണ് ഗുരുവായൂർ ആനക്കോട്ട. 38 ആനകളാണ് ഇവിടെയുള്ളത്. ആനകളെ എങ്ങനെ ആരോഗ്യകരമായി പരിപാലിക്കാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനക്കോട്ട. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും വടക്കേക്കാട് പൊന്നാനി റൂട്ടിൽ 3 കിലോമീറ്റർ ദൂരത്താണ് ആനക്കോട്ട. ഓരോ ആനയ്ക്കും 3 പാപ്പാന്മാർ വീതമുണ്ട്. ഓരോ ആനയ്ക്കും ശരീരഭാരം അളന്ന് തിട്ടപ്പെടുത്തിയാണ് ഭക്ഷണം നൽകുന്നത്. മതപ്പാടുള്ള ആനകളെ പ്രത്യേകം പരിചരിച്ച് കെട്ടുതറയിലേക്ക് മാറ്റും. കൃത്യമായ പരിചരണം നടത്തിയാണ് ആനകളെ പരിപാലിക്കുന്നത്. വർഷത്തിലൊരിക്കൽ കർക്കിടക മാസത്തിൽ ആനകളുടെ പരിപാലനത്തിനായി 30 ദിവസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സയും നൽകാറുണ്ട്. ഇതിനായി ലക്ഷങ്ങളാണ് ദേവസ്വം ചിലവഴിക്കുന്നത്. ആനകളുടെ ആരോഗ്യം കൃത്യമായി നിരീക്ഷിക്കാനായി ഡോക്ടറുടെ വിദഗ്ധ സംഘം തന്നെ ദേവസ്വത്തിനുണ്ട്. 3 അലോപ്പതി ഡോക്ടർമാരും 1 ആയുർവേദ ഡോക്ടറും സംഘത്തിലുണ്ട്. വർഷാവർഷങ്ങളായിട്ട് ആനയ്ക്ക് സുഖചികിത്സയും ആനകളെ പരിപാലിക്കുന്ന രീതിയിൽ വേൾഡിലെ നമ്പർ 1 ആയിട്ട് ആനക്കോട്ട, കേരളത്തിലെ പുന്നത്തൂർ ആനക്കോട്ട, ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ ആനക്കോട്ട തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. ആനകളെ അത് നിന്ന് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ആ പഠനത്തിന്റെ വിധേയമായിട്ടൊരു ചെറിയൊരു യൂണിവേഴ്സിറ്റി എന്ന് തന്നെ പറയാം. ആനകളെ പഠിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ആനക്കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ, അതുപോലെ തന്നെ ഇവിടെ കാഴ്ചക്കാരുണ്ട്, വരുന്നുണ്ട്. ആനകളുടെ സ്ഥിര ഡ്യൂട്ടികളുണ്ട്, പാപ്പന്മാർ ചെയ്യുന്നു. അതിനെ മേൽനോട്ടം വഹിക്കാൻ ഡോക്ടർമാരുണ്ട്, പിന്നെ സ്റ്റാഫുകളുണ്ട്. ആനകളുടെ വ്യായാമത്തിനായി ഒരു കൃത്യസമയം കണക്കാക്കി ആന നടത്തവുമുണ്ട്. ആദ്യം ആനക്കോട്ടയിൽ നിന്നും ക്ഷേത്രത്തിലേക്കായിരുന്നു ആന നടത്തം. സുരക്ഷയുടെ ഭാഗമായി ഇപ്പോൾ ആനക്കോട്ടയ്ക്കുള്ളിൽ തന്നെയാണ് വ്യായാമ നടത്തം. ഗജദിനം പലപ്പോഴും ഗുരുവായൂർ ആനക്കോട്ടയിലാണ് നടത്താറുള്ളത്. ഈ ഘട്ടങ്ങളിൽ പാപ്പാന്മാർക്കുള്ള പരിശീലനവും ശില്പശാലയും നടത്താറുണ്ട്. കുറച്ചും കൂടെ കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടി നടത്തുക എന്നുള്ളതാണ്. ഇപ്പം ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ച് അവർക്കൊരു അവബോധം സൃഷ്ടിക്കുക, അതുപോലെ നല്ല രീതിയിൽ ആനകളെ സംരക്ഷിച്ച് പരിപാലിച്ചു വരുന്ന കുറച്ച് പാപ്പാൻ മറ്റുള്ളവർക്കൊരു മാതൃക എന്നുള്ള നിലയ്ക്ക് അവരെ ആദരിക്കുക. കാലാകാലങ്ങളിൽ ആനകൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ആനകളെ പരിപാലിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ഗുരുവായൂരിലെ ആനക്കോട്ട. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഗുരുവായൂരിലെ ആനകളെ എഴുന്നള്ളിപ്പിന് കിട്ടാൻ മത്സരബുദ്ധിയോടെയാണ് വിവിധ ദേശങ്ങളിൽ നിന്നും പൂരക്കമ്മിറ്റിക്കാർ എത്തുക. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ആനക്കോട്ടയിലെ സന്ദർശന സമയം. ന്യൂസ് 18.
സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം പ്രൈം ഡിബേറ്റ്. മഞ്ജുഷ് ഗോപാലെത്തും. നമസ്കാരം.